കുട്ടികളെ എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യത്തിലെ അതിപ്രശസ്തനായ എഴുത്തുകാരനായ കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ ഉതുപ്പാന്റെ കിണർ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായി പോകുന്നത്. അനാഥനായ ഉതുപ്പാൻ തന്റെ ജീവിതത്തിലെ എല്ലാമായി കണ്ടിരുന്നത് താൻ കഠിനാധ്വാനം ചെയ്ത് കുഴിച്ചെടുത്ത ആ കിണറിനെയാണ്. ഒരു മകളെ പോലെ വളർത്തുന്നതിനേക്കാൾ കരുതലോടും സ്നേഹത്തോടും കൂടിയാണ് അദ്ദേഹം ആ കിണറിനെ പരിപാലിച്ചത്. ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുക എന്ന ചെറിയൊരു പുണ്യപ്രവൃത്തിയിൽ മാത്രം സന്തോഷം കണ്ടെത്തിയ നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നാൽ നഗര വികസനത്തിന്റെ ഭാഗമായി നഗരസഭ പുറപ്പെടുവിപ്പിച്ച കിണർ മൂടൽ ഉത്തരവ് ഉതുപ്പാന്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്നു. അതാണ് ഈ പാഠത്തിലെ ഇതിവൃത്തം. ഇനി ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. മലയാള സാഹിത്യത്തിലെ ആധുനിക ചെറുകഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് കാരൂർ നീലകണ്ഠപിള്ള. ലളിതമായ ഭാഷയിലൂടെയും മനുഷ്യജീവിതത്തിന്റെ നേർക്കാഴ്ചകളിലൂടെയും അദ്ദേഹം മലയാള കഥാസാഹിത്യത്തിന് പുതിയൊരു മാനം നൽകി. 1898 ഫെബ്രുവരി 22 ആലപ്പുഴ ജില്ലയിലെ കാരൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ഉതുപ്പാന്റെ കിണർ. അത് വളരെ അധികം ശ്രദ്ധയാർന്ന കഥകളിൽ ഒന്നാണ്. മറ്റു കഥാസമാഹാരങ്ങൾ കടം, പ്രതിഫലനം, പുഷ്പാഞ്ജലി, ഗൃഹലക്ഷ്മി തുടങ്ങിയവയാണ്. ഇനി നമുക്ക് ആ പാഠഭാഗത്തേക്ക് കടക്കാം. ആ ചെറുനഗരത്തിൽ പലയിടത്തും ഉതുപ്പാനെ കാണാം. ഹോട്ടലുകളുടെ വാതിക്കൽ, വണ്ടിപ്പേട്ടയിൽ, വള്ളക്കടവിൽ, തന്നേക്കാൾ ഭാരമുള്ള ചുമടിന് കീഴെ, പട്ടണം ഉറങ്ങിയാൽ പീടിക തിണ്ണയിൽ. അവൻ കഴിയും മട്ടിൽ പണിയെടുക്കും, കിട്ടുന്നത് കൊണ്ട് ഉപജീവിക്കും. ഉതുപ്പാൻ ആരുമില്ല. എങ്കിലും ആ തരുണൻ കരുതും തനിക്ക് ചില ചുമതലകൾ ഉണ്ടെന്ന്. അവന്റെ ജീവിത ആവശ്യങ്ങൾ ലഘുവാണ്, എങ്കിലും അവനത് ഗുരുവാണ്. അവനും നാളുകൾ കഴിയുന്നുണ്ട്. ഉദരത്തിന്റെ പരാതിയിലാണ് അവന്റെ ഉറക്കുപാട്ട്. ഹൃദയത്തിലുമുണ്ട് അവനോട് ആവലാതി. മരത്തിണ്ണയിൽ ഇരുന്നു വഴിക്കാരോട് കേണിയിരക്കുന്ന കുരുടനെയും, മഞ്ഞിൽ മരച്ചും വെയിലിൽ പൊരിഞ്ഞും മഴയത്ത് വഴിവക്കിൽ കഴിച്ചു കൂട്ടുന്ന കൊച്ചുങ്ങളെയും, ചായക്കടയുടെ മുമ്പിൽ ചെന്ന് ചൂടുവെള്ളം യാചിച്ചിട്ടു തിളയ്ക്കുന്ന വെള്ളം തലവഴി ഒഴിക്കപ്പെട്ട കിഴവിയെയും മറ്റും പറ്റി ഉദാസീനത കാണിക്കുന്നതിനെ കുറിച്ച് ഉദരത്തിന്റെ പരിവേദനം ഉതുപ്പാൻ ചെവികൊണ്ടില്ല. ഹൃദയത്തിന്റെ വേദന അവൻ അമർത്തി. സഹതപിക്കുന്നതും അവന്റെ നിലയിൽ അഹങ്കാരമാണ്. സഹോദരങ്ങളെ സഹിക്കാൻ അവന് മോഹമുണ്ട്, കഴിവില്ല. അവൻ വളർന്നു അക്രമമാരുണ്ടായിരുന്നെങ്കിൽ തനിക്കൊരു താങ്ങായിരുന്നുവെന്ന് കരുതി സന്തോഷിച്ചേനെ. ഒഴിവുള്ള സമയങ്ങൾ പ്രാർത്ഥിക്കാനും സുവിശേഷ പ്രസംഗം കേൾക്കാനും അവൻ ചെലവാക്കി. ക്രമേണ വഴിവക്കിലും ചന്തമുക്കിലും നിന്ന് വേദോപദേശം ചെയ്യുന്നതും ശിശുക്കൾക്ക് യേശുകഥ പദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അവന്റെ നിത്യജോലികളിൽ പെട്ട് കാലം കടന്നു. ആ നഗരത്തിന്റെ മൂലയിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു റോഡിനാൽ ത്രികോണാകൃതി പ്രാപിച്ച ഒരു തുണ്ടു പുരയിടം വാങ്ങാനുള്ള പണം അവനുണ്ടായി. അവൻ ഭൂസ്വത്തിന് ഉടമസ്ഥനായി. അയാൾ സ്വന്തം ഭൂമിയിൽ വേല തുടങ്ങി. കിണർ കുഴിക്കുകയായിരുന്നു വേല. അത്രയ്ക്ക് മാത്രമുണ്ടോ സ്ഥലം? കഴിയുന്നിടത്തോളം അവൻ തന്നെ കുഴിച്ചു. വേണ്ടി വന്നാൽ ഒരു കൂലിക്കാരനെ കൂട്ടി. ഇവൻ ഇത് എന്ത് പ്രാന്തനാ, ചിലർ പറഞ്ഞു. വല്ല നിധിയും കിട്ടുമെന്ന് വെച്ചാ പാവം പാടുപെടുന്നത് എന്നു ചിലരും. കിണർ താണു വന്ന ക്രമത്തിന് ഉപ്പാന്റെ ഉത്സാഹം ഉയർന്നു വന്നു. മണ്ണു മാറി കല്ലുകൊണ്ടു. കുമ്മായ മണ്ണായി. മണ്ണിന് നനവ് കണ്ടു. വെള്ളം കണ്ട് ഉടമസ്ഥന്റെ ഉള്ളം കുളിർത്തു. ആ നിസ്സഹായൻ ദൈവത്തെ സ്തുതിച്ചു. കൂട്ടുവേലക്കാരന് അന്ന് 4 ചക്രം പാരിതോഷികം കിട്ടി. അന്ന് വേല കയറിയിട്ട് അവൻ വളരെ നേരം വെള്ളം നോക്കിക്കൊണ്ടേയിരുന്നു. ആ കൂപ്പത്തിലുണ്ടായ ചിറ്റോളം ഉതുപ്പാന്റെ വിശാല ഹൃദയത്തിൽ തിരമാലയുണ്ടാക്കി. കേൾവിക്കാർക്ക് രസം തോന്നുന്നെങ്കിലും അവൻ അന്ന് കണ്ടവരോടൊക്കെ കിണറ്റിൽ വെള്ളം കണ്ട കഥ പറഞ്ഞു. അവന്റെ ഹൃദയശുദ്ധിയുടെ അടുത്തിട്ട് കാണാനെന്ന വണ്ണം കിണർ ചുഴിഞ്ഞിറങ്ങി. കുട്ടികൾ കിണറ്റിൽ വലിയ കല്ലെടുത്തിട്ടു. മറ്റൊലി കേട്ട് രസിച്ചു. അയൽപക്കത്തുള്ള ഒരു കിഴവി പറയുകയാണ്, ആ തെമ്മാടി വഴിയുടെ വക്കിൽ ഒരു കിണർ കുടിച്ചിട്ടിരിക്കുന്നു. പശുവിനെ അഴിച്ചു വിടാൻ കൂടെ നോക്കണേ പിള്ളേരെ. കിണർ
അടിവരെ താഴ്ന്നതോടെ ഉതുപ്പാന്റെ മടിശീലയുടെ നെൽപ്പലകയും കണ്ടു. കുഴിച്ചതിലധികം ഭാരം വഹിച്ചും കാലം ദീർഘിച്ചും അവൻ അത് ഞെട്ടിച്ചു. 30 ദിവസം കൂലിവേലയ്ക്ക് പോയി കിട്ടുന്ന മിച്ചം അതുകൊണ്ട് തന്നെ 3 ദിവസം കിണറ് കെട്ടുന്ന ജോലി നടത്തും. ഈ കണക്കിൽ 5 6 അരഞ്ഞാണവും മതിലും കൽത്തൂണും കെട്ടി കിണറ്റുപാലവും വെച്ച് അതിന്മേൽ ഒരു അടയാളത്തിന്റെ ഇരുപുറവുമായി നാട്ടുവഴിയിലൂടെ നടക്കുന്നവർക്ക് കാണത്തക്കവണ്ണം ഇങ്ങോട്ട് വരുവിൻ ഇവിടെ ആശ്വസിക്കാം എന്ന് രേഖപ്പെടുത്തി. ഒരു കപ്പി കൊളുത്തി ഒരു തൊട്ടിയും കയറും ഇട്ടപ്പോൾ യൗവനത്തിന്റെ ചിവട്ടി മെതിച്ചു മുന്നോട്ടു പോകുന്ന പുത്രിക്ക് സ്ഥിതിഗതികനായ വരൻ മംഗല്യസൂത്രം ചാർത്തുന്ന മുഹൂർത്തത്തിൽ പിതാവിനുണ്ടായ കൃതാർത്ഥത ആ കുടുംബശൂന്യനുണ്ടായി. അവിടെ ഒരു കുടിലും കെട്ടി പുട്ടും പഴവും വിറ്റിരുന്നെങ്കിൽ അവന്റെ ചെലവിനുള്ളത് കിട്ടിയേനെ എന്ന് ചിലർ ഉതുപ്പാന്റെ ബുദ്ധിശൂന്യതയെ ഉന്നയിച്ചു. ഉതുപ്പാന്റെ വക എന്നുകൂടി എഴുതി വെച്ചിരുന്നെങ്കിൽ പ്രസിദ്ധിക്ക് കൊള്ളാമായിരുന്നു എന്നൊരുത്തൻ അസൂയപ്പെട്ടു. തീരെ ഗതികെട്ടാൽ കുടിച്ചു ചാകാൻ അവന് വല്ലവരുടെയും കിണർ അന്വേഷിക്കേണ്ടല്ലോ എന്നൊരു രസികൻ നിന്ദിച്ചു. ചിലർ അവന്റെ പ്രവൃത്തിയെ മാനിക്കുകയും ചെയ്തു. ഉതുപ്പാൻ സാധാരണ പറയും, 2 വശത്തു നിന്ന് വെള്ളം കോരത്തക്കവണ്ണം 2 പാലം വേണ്ടതായിരുന്നു. ഒരു കൽത്തൊട്ടി ഉണ്ടാക്കിയിടണം. പശുക്കളും വെള്ളം കുടിക്കട്ടെ. മഴ നനയാതെ നിന്ന് വെള്ളം കോരത്തക്ക വിധം ഒരു പുരയുണ്ടാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും മറ്റും. അതൊക്കെ ക്രമേണ സാധിച്ചു. അയൽക്കാരിൽ കിണർ കുഴിപ്പിക്കാൻ കഴിവില്ലാത്തവർ ആ വഴി കിണറ്റിൽ നിന്ന് വെള്ളം കോരി പലരും ഉളി ആ കിണറ്റിൻകരയെ താക്കി. കുട്ടികൾ അതിൽ ചപ്പും ചവറും കല്ലും ഇട്ട് രസിച്ചു. ഒരു ദുരാഗ്രഹി കുട്ടിയും മറ്റൊരു പാപ്പി കപ്പിയും മോഷ്ടിച്ചു. ഈ കൂട്ടരാരും ഉതുപ്പാന്റെ കഷ്ടപ്പാട് സ്മരിച്ചില്ല. ആ പാവം കുറവ് നികത്തി അത് ആവർത്തിക്കാതെ സൂക്ഷിച്ചു. ഉതുപ്പാൻ നിത്യവും 2 നേരം കിണറ്റുകരയിൽ ചെല്ലും. പരിസരം ശുദ്ധിയാക്കും. വെള്ളം കോരി കൽത്തൊട്ടി നിറയ്ക്കും. കുറച്ചു കുടിക്കും. വൃത്തികേടാക്കല്ലേ എന്ന് അവിടെ വരുന്നവരോടൊക്കെ പറയും. ആരെങ്കിലും വെള്ളം കോരി കുടിക്കുന്നത് കാണുമ്പോൾ അവന്റെ ഹൃദയം പുളങ്കം കൊള്ളും. അവന്റെ പല നാളത്തെ ശ്രമഫലം അക്ഷയമായ സമ്പാദ്യം. വളർന്ന് ജനങ്ങൾ തിങ്ങി. പൗരക്ഷേമത്തെ രക്ഷിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിൽ നഗരസഭ ജാഗരൂകരായി. ശുദ്ധജല വിതരണത്തിന് മലിനജല വിസർജനത്തിനുള്ള പദ്ധതികൾ സ്വീകരിക്കപ്പെട്ടു. ജലക്കുഴികൾ സ്ഥാപിക്കാൻ ചാല് തോണ്ടിയ വേലക്കാർ ആ കിണറിന്റെ ചുറ്റുതറയിൽ കുറെ പൊളിച്ചു കളഞ്ഞു. ഉതുപ്പാന്റെ ഹൃദയം നൊന്തു. ആ അറ്റകുറ്റം തീർത്തിട്ടില്ലാത്ത അടുത്ത ദിവസം അയാൾ പള്ളിയിൽ പോയില്ല. കുഴൽ വെള്ളം നടപ്പാക്കി. നഗരത്തിലുള്ള ജലധാരകളെല്ലാം 30 ദിവസത്തിനകം മൂടണമെന്നും അങ്ങനെ ചെയ്യാത്ത പക്ഷം നഗരസഭ ആ ജോലി ചെയ്യിക്കുമെന്നും ചെലവുടമസ്ഥതയിൽ നിന്നീടാക്കുമെന്നും തമുക്കടിച്ചു പരസ്യപ്പെടുത്തി. ഉതുപ്പാന്റെ കിണറും നികത്തണം. അയാൾ അധികാരികളെ കണ്ടു. അവിടെ നിരാശയാണ് ഉണ്ടായത്. പുത്തൻ പരിഷ്കാരത്തെ ആ പഴയ മനുഷ്യൻ പഴിച്ചു. കുറച്ചു കാലാവധി നീട്ടി കിട്ടാൻ അയാൾ അപേക്ഷിച്ചു. അതും ഫലിച്ചില്ല. വൃദ്ധന് 2 4 പല്ലുണ്ടായിരുന്നത് നഗരസഭയുടെ നേരെ ഞെരിച്ചു. വഴിക്കാരെ തടഞ്ഞു നിർത്തി അയാൾ നഗരസഭയെ പരിലസിച്ചു രസിച്ചു. സർക്കാരിൽ സങ്കടം ബോധിപ്പിച്ചു. അയാൾ എന്തു വന്നാലും തന്റെ ജീവിത സർവമായ കിണർ മൂടുകയില്ലെന്ന് ആ പടുകിഴവൻ ശഠിച്ചു. അന്ന് ചിലർ പറഞ്ഞു, ഉതുപ്പാൻ ചേട്ടന് പ്രാന്താണെന്ന് തോന്നുന്നു. ഏതാണ്ട് അങ്ങനെ എന്ന് തോന്നും ആ സാധുവിനെ കണ്ടാൽ. ഒരു യുവ പരിഷ്കാരി പറയുകയാണ്, ആ കിഴവന്റെ അവസാനം അതിലാണെന്നാ തോന്നുന്നത്. പലരും വൃദ്ധന്റെ ബന്ധപ്പാടിന് കണ്ണും കരളും കൊടുത്തേയില്ല. കുഴൽ വെള്ളം കിട്ടിയപ്പോൾ കിണറിന്റെ കാര്യം എല്ലാവരും മറന്നു. നന്ദി കെട്ട ലോകം. ഇപ്പോഴും മറക്കാത്തവരുണ്ട്. അതിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികൾ. പട്ടണത്തിലുള്ള വ്യാപീകൂപകൾ അന്തർദാനം ചെയ്തു തുടങ്ങി. ഉതുപ്പാന്റെ കുഴിഞ്ഞ കണ്ണുകൾ ആ സ്ഥാനം വഹിച്ചു. കുഴൽ വെള്ളം ഉള്ളപ്പോൾ കിണർ അനാവശ്യമാണെന്നും ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറ്റിൽ കൊതുക്കൾ ഉണ്ടായി. പൊതുജനാരോഗ്യം നശിപ്പിക്കുമെന്നും മറ്റുള്ള ഉപദേശങ്ങളാൽ അയാളെ സമാധാനപ്പെടുത്താനും കിണർ മൂടിക്കാനും മിത്രങ്ങൾ യത്നിച്ചു. കിഴവന്റെ ആശയുടെ അവസാന ഇഴയും പൊട്ടി. സ്വന്തം ആളുകളും തനിക്ക് ശത്രുക്കളാണെന്ന് വൃദ്ധൻ അത്യന്തം വ്യാകുലപ്പെട്ടു. അയാളുടെ ഹൃദയം തപിച്ചു ദ്രവിച്ചു. കണ്ണുനീർ നേത്രങ്ങളിൽ കൂടി നിർഗമിച്ച് മാറിടത്തെ മറച്ചു നിൽക്കുന്ന നരച്ച താടിയുടെ തുമ്പിൽ തൂങ്ങി. കിണർ മൂടേണ്ട അവസാന ദിവസവും ഇരുളിലാണ്ടു. പ്രകൃതി നിശ്ചലമായി. നഗരവിശ്രമത്തിന് കൊതിച്ചു. വികാര വൈശ്യമില്ലാത്തവരെ നിദ്രാദേവി തഴുകി. ഉതുപ്പാൻ കിണറ്റുകര ചെന്നു. അവിടെയെല്ലാം തൂത്തു വൃത്തിയാക്കി അതിനെ പലവരും വലം വെച്ചു. ഊഞ്ഞാലാടുന്നത് പോലെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാളുടെ മനസ്സും അത് തന്നെ ചെയ്തു. എത്ര സമയം അങ്ങനെ കഴിഞ്ഞെന്ന് അയാൾക്ക് അറിഞ്ഞില്ല. ലോക ഉപകാരത്തിലുള്ള തന്റെ ശ്രമഫലം അനേക ജീവന് ആശ്വാസം നൽകിയ അമൃത കലശം, ആത്മാവിന്റെ ഗതിക്കു മാർഗമെന്ന് താൻ കരുതുന്ന പുണ്യവസ്തു ആ കിണർ കുഴിച്ച കൈകൊണ്ട് തന്നെ നികത്തുക. പിന്നെയും ജീവിച്ചിരിക്കുക. നന്മയെ തടയുന്ന നാഗരികതയുടെ കാലത്ത് നന്ദികെട്ട ആളുകൾക്കിടയിൽ ആ വൃദ്ധനേത്രങ്ങൾ കവിഞ്ഞൊഴുകി. മനസ്സിന്റെ ആട്ടം നിന്നതോടെ ആ ദുർബലന്റെ കാൽപെരുമാറ്റവും നിലച്ചു. അയാൾ കിണറ്റുമതിലിൽ ചാരി നിന്നു. അയാൾ കിണറ്റുമതിലിൽ കയറി ചന്ദ്രൻ ചോദ്യ രൂപത്തിൽ ഇന്ദ്രദിക്കിൽ നിന്ന് എത്തി നോക്കി. പൊട്ടാൻ തുടങ്ങുന്ന മാറിടത്തെ
അയാൾ ആ കുരിശിൽ അടയാളത്തോട് ചേർത്തു വെച്ചു. അങ്ങനെ നിന്നു. എത്ര നേരവും നിന്നു. അയാൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അയാളുടെ തലയെ താങ്ങാനുള്ള ശ്രദ്ധ കഴുത്തിനില്ലാതെ പോയി. ഒരു ഒരു തുള്ളി വെള്ളമെങ്കിലും ആ കണ്ണിൽ ഊറിയില്ലേ? അയാളുടെ തൊണ്ട വരണ്ടു. ഹൃദയം തമ്പേറടിച്ചു. പള്ളിയിൽ നിന്നും മണിനാഥം മുഴങ്ങി. അയാൾ കേട്ടോ എന്നറിഞ്ഞില്ല. ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാം എന്ന് ആരെങ്കിലും ആ ലോക ഉപകാരിയെ ക്ഷണിച്ചോ? അയാൾ അറിഞ്ഞുകൊണ്ടാണോ ആ തെളിനീർ അയാളെ മാറോടടഞ്ഞു? ആ കിണർ ജയിതാവിന്റെ മേൽ വെള്ളം തൂകി. അയാൾ സ്വന്തം കിണറ്റിൽ നിന്ന് അന്ധമായി ജലം പാനം ചെയ്തു. അയൽ വീട്ടിലെ നായ ചരമഗീതം പാടി. ചന്ദ്രന്റെ മുഖം വിളറി. ആ കിണർ ഉതുപ്പാന്റെ രഹസ്യത്തെ വിശ്വസ്തയോടെ ഗോപനം ചെയ്തു. ഇതാണ് ഈ കഥ. ഈ പാഠഭാഗത്തിലെ പ്രധാന ചോദ്യോത്തരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ചോദ്യം: ഉതുപ്പാൻ എന്തിനാണ് ഒരു കിണർ കുഴിക്കാൻ തീരുമാനിച്ചത്? അതിനായി അയാൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചു? ഉത്തരം: തന്റെ സ്വന്തം ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വലിയൊരു ധനികനായി പ്രശസ്തി നേടാനോ വേണ്ടിയല്ല ഉതുപ്പാൻ കിണർ കുഴിച്ചത്. വഴിയിലൂടെ പോകുന്ന പാവപ്പെട്ട വഴിയാത്രക്കാരുടെയും മിണ്ടാപ്രാണികളായ മൃഗങ്ങളുടെയും ദാഹം മാറ്റുക എന്ന ശുദ്ധമായ കാരുണ്യത്തോടെയാണ് അയാൾ കിണർ കുഴിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി താൻ പകലന്തിയോളം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ മടിശീലയിലെ അവസാനത്തെ കാശും അയാൾ മുടക്കി. കിണറിന്റെ അടി താഴ്ന്നതോടെ അയാളും സമ്പാദ്യം മുഴുവൻ തീർന്നു പോയെങ്കിലും ലക്ഷ്യത്തിൽ നിന്ന് അയാൾ പിന്മാറിയില്ല. അടുത്ത ചോദ്യം: ഉതുപ്പാന്റെ കിണർ എന്ന കഥ മുന്നോട്ട് വെക്കുന്ന പരിസ്ഥിതി വിഷയകരമായ പ്രസക്തിയിൽ തന്റെ ആദർശത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമായ കിണർ ഇല്ലാതാകുന്നത് ഉതുപ്പാന് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. വികസനത്തിന്റെ ആസുരതയിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ട സമൂഹത്തിനോടുള്ള പ്രതിഷേധം കൂടിയായി മാറുന്നുണ്ട് ഉതുപ്പാന്റെ അന്ത്യം. കിണറിലെ ആഴങ്ങളിലെ തെളിനീരിലേക്ക് ഉതുപ്പാൻ തന്റെ ജീവിതം ഒടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം: യന്ത്രവൽക്കരണം മനുഷ്യന്റെ വൈകാരിക മുഖത്തിന് ഏൽപ്പിച്ച പരിക്കുകൾ കഥയിൽ എങ്ങനെ കാണാം? ഉത്തരം: ശാസ്ത്രം വളരുകയും പുതിയ കുഴൽ കിണറുകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തപ്പോൾ ജനങ്ങൾ പഴയ നന്മയുടെയും ഉതുപ്പാന്റെ കഠിനാധ്വാനത്തെയും പൂർണ്ണമായി മറന്നു. പുതിയ സാങ്കേതിക വിദ്യ മനുഷ്യന്റെ ദാഹം മാറ്റിയേക്കാം, പക്ഷേ അത് മനുഷ്യരിലെ കൃതജ്ഞതയും സ്നേഹവും വറ്റിച്ചു കളയുന്നു. യന്ത്രങ്ങൾ മനുഷ്യരെ സ്വാർത്ഥരാക്കി മാറ്റുന്നു എന്ന യാഥാർത്ഥ്യമാണ് കഥാകൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ചോദ്യം: കുട്ടികൾക്ക് ആസ്വദിക്കാവുന്നതിനും എന്നാൽ വലിയ ചിന്തകൾ ഉണർത്തുന്നതുമായ കഥയാണിത്, സമർത്ഥിക്കുക. ഉത്തരം: വളരെ ലളിതമായ ശൈലിയിലാണ് കാരൂർ ഈ കഥ എഴുതിയിരിക്കുന്നത്. ഒരു വൃദ്ധനും അയാളുടെ കിണറും എന്ന നിലയിൽ കുട്ടികൾക്ക് ഇത് എളുപ്പം മനസ്സിലാകുമെങ്കിലും ഇത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സ്വാർത്ഥതയില്ലാത്ത നന്മ, ജലത്തിന്റെ പ്രാധാന്യം, വികസനം വരുത്തി വെക്കുന്ന വിപത്തുകൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കാൻ ഈ കഥ വായനക്കാരെ പ്രേരിപ്പിക്കും. അടുത്ത ചോദ്യം: ഉതുപ്പാനെ നാട്ടുകാർ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ കാരണം എന്തായിരുന്നു? ഇതിൽ നിന്നും നാട്ടുകാരുടെ മനോഭാവം എങ്ങനെ മനസ്സിലാക്കാം? സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്നവരാണ് ലോകത്തുള്ള ഭൂരിഭാഗം ആളുകൾ. എന്നാൽ ഉതുപ്പാൻ തന്റെ കഷ്ടപ്പാടിൽ നിന്നുണ്ടായ പണം ഉപയോഗിച്ച് പൊതുവഴിയിൽ ആർക്കും വന്ന് വെള്ളം കുടിക്കാവുന്ന രീതിയിലാണ് കിണർ വെട്ടിയത്. സ്വാർത്ഥമതികളായ നാട്ടുകാർക്ക് സ്വന്തം നേട്ടമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പണം കളയുന്നവൻ ഭ്രാന്തനാണെന്ന് എന്ന ചിന്താഗതിയാണ് നാട്ടുകാർക്കുണ്ടായത്. അടുത്ത ചോദ്യം: പുതിയ പൈപ്പ് ലൈനുകളും കുഴൽക്കിണറുകളും വന്നപ്പോൾ പഴയ കിണറിനോട് നാട്ടുകാർ കാണിച്ച മനോഭാവം. പുതിയ ശാസ്ത്ര സൗകര്യങ്ങൾ വന്നപ്പോൾ നാട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ പഴയ കിണറിനെ മറന്നു. തങ്ങളുടെ ദാഹം മാറ്റാൻ ഒരു കാലത്ത് ആശ്രയിച്ചിരുന്ന ആ കിണർ പിന്നീട് അവർക്ക് വെറും ഒരു പാഴ്വസ്തുവായി മാറി. അത് ആരും വൃത്തിയാക്കാതെയായി. ഒടുവിൽ അതൊരു അപകടക്കെണിയാണ് എന്ന രീതിയിലാണ് അവർ അതിനെ കാണാൻ തുടങ്ങിയത്. മനുഷ്യരുടെ ഉപകാരസ്മരണ ഇല്ലായ്മയും നന്ദികേടും ഇതിലൂടെ വ്യക്തമാകുന്നു. അടുത്ത ചോദ്യം: കിണർ മൂടുക എന്ന അധികാരികളുടെ തീരുമാനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം: അധികാരികൾക്ക് വികസനവും നിയമങ്ങളും മാത്രമാണ് പ്രാധാന്യം. അവർ മനുഷ്യന്റെ വികാരങ്ങൾക്കോ പ്രകൃതിയുടെ തനിമയ്ക്കോ പ്രാധാന്യം നൽകുന്നില്ല. ഒരു വൃദ്ധൻ തന്റെ ജീവിതം ഉരുക്കി തീർത്തുണ്ടാക്കിയ നന്മയുടെ പ്രതീകത്തെ വളരെ ലളിതമായി അപകടകരം എന്ന് മുദ്രകുത്തി ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇത് ഭരണകൂടത്തിന്റെ ദയയില്ലായ്മയും യാന്ത്രികതയെയും സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം: ഉതുപ്പാന്റെ കിണർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമായ ഉതുപ്പാന്റെ സ്വഭാവ സവിശേഷതകൾ ചുരുക്കി എഴുതുക. ഉതുപ്പാൻ നിഷ്കളങ്കനും ദയാലുവുമായ ഒരു വൃദ്ധനാണ്. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും പ്രതിസന്ധിയിൽ തളരാത്ത ആത്മവിശ്വാസവും അയാൾക്കുണ്ട്. മറ്റുള്ളവരുടെ ദാഹം സ്വന്തം ദാഹമായി കാണാനുള്ള വലിയൊരു മനസ്സ് അയാൾക്കുണ്ടായിരുന്നു. പണത്തോടോ പ്രശസ്തിയോടോ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു.
തന്റെ സൃഷ്ടിയായ കിണറിനെ സ്വന്തം ജീവനേക്കാൾ അധികമായി സ്നേഹിച്ച ഒരു ആദർശശാലിയായിരുന്നു അദ്ദേഹം. അടുത്ത ചോദ്യം അടുത്ത ചോദ്യം യന്ത്രങ്ങൾ മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു, എന്നാൽ സ്നേഹിക്കാൻ പറക്കുന്നു. ഈ പ്രസ്താവന കഥയുടെ പശ്ചാത്തലത്തിൽ വിശദമാക്കാമോ? ഉത്തരം: ഈ കഥയുടെ ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്നാണ് കുഴൽ കിണറുകളും യന്ത്രങ്ങളും വന്നപ്പോൾ മനുഷ്യ ജീവിതം കൂടുതൽ എളുപ്പമുള്ളതായി മാറി. പക്ഷേ പണ്ടുകാലത്ത് ഒരു കിണറിന് ചുറ്റും ഒത്തുകൂടിയിരുന്ന മനുഷ്യർക്കിടയിലുള്ള പരസ്പര സ്നേഹവും ഉതുപ്പാനെ പോലുള്ള മനുഷ്യരുടെ നന്മകളെ ഓർക്കാനുള്ള മനസാക്ഷിയും യന്ത്രവൽക്കരണത്തോടെ നഷ്ടപ്പെട്ടു. ഭൗതികമായ പുരോഗതി നേടുമ്പോഴും മാനവിക മൂല്യങ്ങൾ വറ്റിപ്പോകുന്ന ആധുനിക മനുഷ്യന്റെ ദുരവസ്ഥയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടെ പാഠഭാഗ വിശദീകരണം അവസാനിക്കുന്നു. കൂടുതൽ വിദ്യാഭ്യാസപര വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.